ഗായ്സ്, ഇന്ന് നമ്മളൊരു യാത്രയിലാണ്. പക്ഷെ നമ്മള് ഇറങ്ങി കഴിഞ്ഞപ്പം എപ്പോഴത്തെ പോലെ തന്നെ താമസിച്ചു ഭയങ്കരമായിട്ട്. പറഞ്ഞ സമയത്ത് നമുക്ക് എത്താൻ പറ്റത്തില്ല എന്നാണ് നമുക്ക് വിശ്വസിക്കുന്നത്. അതിന്റെ ഇടയ്ക്ക് നമ്മൾ രാവിലത്തെ ഫുഡ് സ്കിപ്പ് ചെയ്തു. ഞാൻ ഏതൊക്കെ ഒന്നും കഴിച്ചില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് ഒരു ഹോട്ടലിൽ കയറാം, കഴിച്ചു തുടങ്ങണം എന്താണെങ്കിലും എന്നാണല്ലോ ശാസ്ത്രം. അതെ, അതാണ്. ഇവരൊക്കെ ഏകദേശം ചത്തിരിക്കാറായി. യാത്ര പോവാൻ കൊള്ളാത്തൊരു ഫാമിലിയാണ് ഗൈസ്. ആർക്കും വൈബില്ല ഉണ്ടോ? വൈബ് ഉള്ള ഒരാള് മാത്രമാണ്. അത് വട്ടം. ഗൈസ്, ഇതാണ് ഗൈസ് കൃപാസനം. ഞാനും കുറെ പേര് വന്നിട്ട് ഉടമ്പടി അങ്ങനത്തെ സാധനമൊക്കെ എടുത്തിട്ടുണ്ട്. ഇവർക്കൊക്കെ വിശ്വാസമുണ്ട്, കുറെ പേർക്കൊന്നും വിശ്വാസം ഇല്ല. വട്ടവർ വിശ്വസിക്കുന്നവർ വിശ്വസിക്കട്ടെ, വിശ്വസിക്കാത്തവർ വിശ്വസിക്കാതിരിക്കട്ടെ. നമ്മൾ അതിലൊന്നും ഇടപെടാൻ നമ്മൾ ആരുമല്ല. നമുക്ക് ഏറ്റവും കൂടുതൽ വരുന്ന കമന്റ്സ് ആയിരുന്നു ഫസ്റ്റ് അല്ല ഇപ്പോഴും വരും, കൃപാസനത്തിൽ പോയി പ്രാർത്ഥിക്കാൻ. എന്ത് വില കൂടാൻ പോവാന്ന് പറഞ്ഞപ്പോ ഐഫോൺ ചേച്ചിക്ക് ഉറപ്പായിട്ട് ഞാൻ എടുത്തു കൊടുക്കുന്നതാണ്. ഞാൻ എന്റെ പേരിൽ ഞാൻ എടുത്തു കൊടുക്കും. EMI ആതിരേജ് അടയ്ക്ക് ഉറപ്പായിട്ട് തന്നിരിക്കും. ഏട്ടത്തേക്ക് ഞാൻ വാങ്ങിച്ചു തരും. ഈ അനിയന്റെ വാക്കാണ്. ഗെയിം കളിച്ച് പൈസ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മറ്റേ ഗെയിം കളിച്ച് കേക്ക്, എന്നാലും നിങ്ങള് കേക്ക്. അത് സത്യം പറഞ്ഞാൽ നമ്മുടെ ഒരു നമുക്ക് അറിയാവുന്ന കാര്യം. ഈ ഗെയിം കളിച്ചിട്ട് പൈസ ഉണ്ടാക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇടയ്ക്ക് കുറെ പേര് റമ്മി കളിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മള് അങ്ങനെ ഏതൊക്കെ എന്റെ ഫ്രണ്ട് ഇങ്ങനെ നമുക്ക് അങ്ങനെ അയച്ചു തന്നിട്ട്, ആ സമയത്ത് നമുക്ക് ജോലിയൊന്നും ഇല്ല. ഏതൊക്കെ ആക്സിഡന്റ് പറ്റി കിടക്കുന്ന സമയമാണ്. നമുക്ക് എനിക്കാണെങ്കിൽ അവന്റെ അടുത്ത് പോകാനൊന്നും പൈസ ഒന്നും ഇല്ല. എപ്പോഴും അങ്ങനെ വീട്ടുകാരെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന അങ്ങനെയൊക്കെ നിൽക്കുന്ന സമയമാണ്. അപ്പൊ ഞങ്ങള് രണ്ടുപേരും എന്നെടുത്ത് ഇവൻ എനിക്ക് പറഞ്ഞു തന്ന് അങ്ങനെ നമ്മുടെ കുറെ പൈസ പോയി കൈസ്. അതായത് ഇതിനകത്തൊന്ന് ഫസ്റ്റ് ഒക്കെ ഈ 100-200 കിട്ടുമ്പോ നമ്മള് ഉള്ളതും ആ സമയത്ത് വിഷുവിന് കൈനീട്ടം കിട്ടിയത് മൊത്തം ഞാൻ അതിനകത്ത് ഇൻവെസ്റ്റ് അങ്ങോട്ട് ചെയ്ത് എനിക്ക് 10,000 കിട്ടി. 10,000 പിന്നെ 20,000 പോയി. മൊത്തത്തിൽ പിന്നെ ഒരു പോക്കായിരുന്നു. പിന്നെ എന്റെ ഉള്ള കയ്യിലുള്ള ചെയിനൊക്കെ ഞാൻ ഇരുന്ന ഡ്രസ്സിലിട്ടോണ്ട് പോയി പണയം വെച്ച് കൊടുക്കേണ്ട സിറ്റുവേഷൻ വന്നിട്ടുണ്ടോ? അങ്ങനെ അതാ ഞാൻ തന്നെ പല ഗെയിമിങ് ഓൺലൈൻ ബിസിനസ് എന്നൊക്കെ അല്ല ഓൺലൈൻ ജോബ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ വർക്ക് ഫ്രം ഹോം എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയക്കുമ്പോ ചിലത് ഇങ്ങനത്തെ സാധനം അയച്ചിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഞാനൊരു തവണ പെട്ടു. അങ്ങനെ ഭയങ്കര പെടലായി പോയത്. അതിന് ഞാൻ കൊണ്ടെന്റെ സ്വർണം കൊണ്ട് പണം വെച്ച് പൈസ എടുത്ത് തിരിച്ചു എടുക്കേണ്ടൊക്കെ കുറെ അവസ്ഥകൾ വന്നു. പിന്നെ എനിക്ക് പേടിയാ ഗെയിം എന്ന് കേൾക്കുമ്പോഴേ. അങ്ങനെ എന്റെ ഒരു അനുഭവം ആയത്. ചിലപ്പോ ഇത് കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോ എന്നെ പോലീസ് അടുപ്പിച്ചോണ്ട് പോവായിരിക്കും കേസ്. പക്ഷെ അങ്ങനെ ഒരു സംഭവം ഉണ്ട്. 20 രൂപയ്ക്ക് എന്താ ഫ്രീ കിട്ടുമെന്ന് കേസ്. നമ്മള് ഫ്രീ കിട്ടുന്ന എന്തിനാ നമ്മള് കളയാൻ? നമ്മള് പാവപ്പെട്ടവരാ. എന്റെ പേരോട് പറഞ്ഞു ഇതെന്ന് പറയണോ? ഇതെന്ന് പറഞ്ഞാലേ കിട്ടുമല്ലോ. അങ്ങനെ നമ്മുടെ 20 രൂപയ്ക്ക് നമുക്ക് എന്തെങ്കിലും മേടിക്കാം കേസ്. അങ്ങനെ നമ്മൾ ആ ഇതിന് കട്ട്ലേറ്റ് മേടിച്ചു ഗൈസ്. ഇത് ഞാൻ യദുഗുസ്താക്ക് ഡൊണേറ്റ് ചെയ്തു. യദുഗുസ്ത പിന്നെ 15 രൂപയ്ക്ക് പിന്നെ 2 കട്ട്ലേറ്റ് കിട്ടും. ഇതിനെന്ത് വേടാ ഇത്? തന്നെ ഇരുന്ന് തിന്നുക, ആർക്കും കൊടുക്കാതെ. ഇങ്ങനെയുണ്ട് നല്ല. പക്ഷെ ഇറക്കാൻ പറ്റുന്നില്ല. ആസ് യൂഷ്വൽ മുടിഞ്ഞ ട്രാഫിക്, ഒരു രക്ഷയില്ലാത്ത ട്രാഫിക്കാണ് ഗൈസ്. ഫുഡ് അവിടെ നോക്കി വന്നപ്പോ എറണാകുളം എത്തി. ഇതുവരെ നമുക്ക് നല്ലൊരു ഫുഡ് സ്പോട്ട് അച്ഛൻ ചവിട്ടി നിർത്തിയില്ല. എവിടെങ്കിലും ഒന്ന് നിർത്തി ഫുഡ് എന്തെങ്കിലും കഴിക്കണം. രാവിലെ ഒന്നും കഴിച്ചില്ല. അയ്യോ, ഫോട്ടോ എടുത്തോട്ടെ. സെലിബ്രിറ്റി ജ്യോതിക ചേച്ചിയല്ലേ? അവനെ ഇറക്കാൻ പറ്റുമോ നോക്ക്. ഇറക്കാൻ പറ്റുമോ? ഇവിടെ ഇറക്കാം. അങ്ങനെ നമ്മളൊരു ഹോട്ടലിൽ കയറിയിട്ടുണ്ട്. നല്ല തിരക്കൊക്കെ ഉണ്ട്. നല്ല ഹോട്ടലാന്ന് തോന്നുന്നു. നമുക്ക് ഫുഡ് എന്തോ പറയണമെന്ന് അറിയത്തില്ല. രവിയോജി എൻ്റെ ഇടയ്ക്ക് വന്നിരുന്നു. ബാക്കിയുള്ളവര് കൈ കഴുകിയിട്ട് നമുക്ക് എന്തെങ്കിലും ഫുഡ് കൊടുക്കുന്നുണ്ട്. കുറെ നിരത്തിയൊക്കെ വെച്ചിട്ടുണ്ട്.
അവിയലും സാമ്പാറും ഒക്കെ എന്തൊക്കെയോ നിരത്തി വെച്ചിട്ടുണ്ട്. നമുക്ക് എന്തോ നോക്കാം. ചോറ് വന്നു, പപ്പടം വന്നു, അവിയൽ വന്നു, തോരൻ വന്നു, അച്ചാറ് വന്നു, 2 അച്ചാറ് വന്നു. എൻ്റെ നെയ്ച്ചോറ് വന്നു. ഞാൻ നെയ്ച്ചോറാണ് പറഞ്ഞത്. നെയ്ച്ചോറ് ആതിരാജ ഇതുവരെ നെയ്ച്ചോറ് കഴിച്ചിട്ടില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് ആതിരാജയ്ക്ക് കമ്പനി കൊടുക്കാനായിട്ടാണ് ഞാൻ നെയ്ച്ചോറ് വാങ്ങിച്ചത്. എന്താണ് ചോദ്യാജ ഇത്? പൊള്ളിച്ചത്. ആരെ പൊള്ളിച്ചത്? സിലോപ്പിയ. സത്യത്തിൽ സിലോപ്പി നമ്മൾ കഴിക്കത്തില്ല ഗൈസ്. പക്ഷെ എന്താ പൊള്ളിച്ച് വന്നതിന് ശേഷമാണ് അറിഞ്ഞത്. അപ്പൊ ഇതെന്തോ ചെയ്യും? നമ്മൾ തിന്നും. തിരിച്ചു കടിക്കാത്ത എന്നും കഴിക്കണമെന്ന് എന്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ചേക്കുന്നത്. എന്നിട്ട് വാഴയിലേ ഉള്ളെന്ന് തോന്നുന്നു. അത് കണ്ടിട്ട് ആരുടെ മുഖത്ത് തെളിച്ചില്ലാത്ത എങ്ങനുണ്ട്? എല്ലാരും കഴിച്ചു കഴിഞ്ഞു. എല്ലാരും അങ്ങനെ കഴിച്ചു കഴിഞ്ഞു. ഞാൻ നെയ്ച്ചോറും കഴിച്ചു കഴിഞ്ഞു കഴിച്ചു. ആഗ്രഹ നെയ്ച്ചോറ് എങ്ങനെ ഉണ്ടായിരുന്നു? പറ, ജെന്യൂൻ റിവ്യൂ. പക്ഷെ ചോറ് ഒന്നും പറയാനില്ല ഗൈസ്. അടിപൊളിയായിരുന്നു. എല്ലാ കൂട്ടാനും അടിപൊളി. ചോറ് നല്ലതായിരുന്നു. നല്ലതെന്ന് പറഞ്ഞു. അവിയലൊക്കെ ഞാൻ കൂട്ടി നോക്കി. നെയ്ച്ചോറിൻ്റെ കൂട്ട് നല്ലതായിരുന്നു. നെയ്ച്ചോറ് ഫ്ലോപ്പായിരുന്നു. നെയ്ച്ചോറും കൊള്ളത്തില്ല, ചിക്കൻ കറിയും കൊള്ളത്തില്ല, ബാക്കിയെല്ലാം കുഴപ്പം. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി. കുഴപ്പമില്ലാത്ത ഫുഡ്. ഊണ് അടിപൊളിയായിരുന്നു. പക്ഷെ നെയ്ച്ചോറ് കൊള്ളത്തില്ലായിരുന്നു. ഫ്ലോപ്പായിരുന്നു, ഭയങ്കര ഫ്ലോപ്പായിരുന്നു. ഞങ്ങൾ അതുകൊണ്ട് കഴിച്ചില്ല. ഞങ്ങള് നല്ല ഒന്നാന്തരം. ആതിരാജയെ നെയ്ച്ചോറ് കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ആതിരാജയെ നെയ്ച്ചോറ് വാങ്ങിച്ചു. അപ്പൊ ആതിരാജയ്ക്ക് കമ്പനി കൊടുക്കാനായിട്ട് ഞാനും വാങ്ങിച്ചു. പക്ഷെ ഭയങ്കര കൊള്ളത്തിലായിരുന്നു. വെറും വൃത്തികെട്ട സാധനമായിരുന്നു നെയ്ച്ചോറ്. പക്ഷെ ചോറ് അടിപൊളിയായിരുന്നു. അവിയൽ അടിപൊളിയായിരുന്നു. അതിന്റെ കൂട്ടത്തിലെ സംഭവം എല്ലാം അടിപൊളിയായിരുന്നു. ഇവരെല്ലാരും ചോറ് കഴിച്ചു. പിന്നെ സിലോപ്പിയ പൊള്ളിച്ചത്. സിലോപ്പിയ അത് രാജിക്ക് ഒറ്റയ്ക്ക് കഴിച്ചു. ഞങ്ങൾക്ക് ആർക്കും മറ്റേ കടൽ മീൻ അല്ലാത്ത മറ്റേ മീൻ ഇഷ്ടമല്ല. ഇപ്പൊ നമ്മളുള്ളത് മട്ടാഞ്ചേരിയിലാണ്. മട്ടാഞ്ചേരി നമ്മൾ എന്താണ് എടുക്കുന്നത്? എനിക്ക് ഇച്ചിരി മൂത്രം ഒഴിക്കണം. മട്ടാഞ്ചേരി നമ്മൾ എടുക്കാനായിട്ട് വന്നതാണ് ഗൈസ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ കൊച്ചി നൈറ്റ് ലൈഫ് ഒന്ന് എൻജോയ് ചെയ്യാന്ന് പറഞ്ഞ് വന്നതാ. പിന്നെ ജ്യോതിരാജയുടെ ഒരു നല്ല ഉറ്റ സുഹൃത്തുണ്ട്. പണ്ട് നമ്മള് ട്രിവാൻഡ്രത്ത് കറങ്ങാൻ പോയപ്പോ വേളി എന്ന് പറഞ്ഞ സ്ഥലത്ത് കൊണ്ടുപോയി. അതുപോലെ ഇവിടെ എന്തോ വെളി എന്ന് പറഞ്ഞ സ്ഥലത്ത് അവള് കൊണ്ടുപോയി. ഇപ്പൊ നമ്മള് വളി പോലെ അവസ്ഥയായി. ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ ഇങ്ങനെ അവളെന്തോ ജ്യൂസ് കൊണ്ടുതരാന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുവോ ജ്യൂസിന് വേണ്ടി. കൊച്ചിയില് നല്ല സ്ഥലം എവിടെയെങ്കിലും കാണിക്കാൻ പറഞ്ഞപ്പോ ജ്യൂസ് കുടിപ്പിക്കാനായിട്ട്, അതും അങ്ങോട്ട് പോവല്ല, നമ്മളെ ഈ കാറിനെ തിരുത്തിച്ചിട്ട് അവള് ജ്യൂസ് വാങ്ങിക്കാൻ പോയി. നല്ല ഇവിടുത്തെ ഫസ്റ്റ് ട്രെയിൻ കൊണ്ട് കൊണ്ടാക്കി സാധാ അവക്കാടോ. സാധാ സോനാപ്പി. ഇത് ഫ്രണ്ടാണ്. ഫ്രണ്ടാണ്. ഇഷ്ടപ്പെട്ട അവക്കാടോ? എനിക്കും ഉണ്ട് ഗൈസ്. ഗൈസ് അങ്ങനെ നമ്മള് മട്ടാഞ്ചേരി പോയി. മട്ടാഞ്ചേരിയിലെ സ്പെഷ്യൽ അവക്കാടോ ജ്യൂസ് കുടിച്ചു. കുഴപ്പമില്ലായിരുന്നു. നല്ല നമ്മുടെ സാധാരണ അവക്കാടോ ജ്യൂസ് പോലെ തന്നെ ഉണ്ടായിരുന്നു. ജ്യോതിരാജയ്ക്ക് ഇഷ്ടമല്ല. അത് കഴിഞ്ഞ് നമ്മളിപ്പോ അതുകൊണ്ട് ഞാൻ 2 അവക്കാടോ പിടിച്ചു. എന്നിട്ട് നമ്മൾ ഇനി നെക്സ്റ്റ് പോകാൻ പോകുന്നതെന്ന് പറഞ്ഞാല് നമ്മുടെ എവിടാ ചോദിച്ചാ മട്ടാഞ്ചേരി വാട്ടർ പൂള് അല്ലേ? അങ്ങനല്ലേ പറഞ്ഞത്? മട്ടാഞ്ചേരി വാട്ടർ മെട്രോ. വാട്ടർ മെട്രോയിലോട്ട് പോകാൻ പോവാണ്. അവിടെ ജ്യോതിരാജയ്ക്ക് ഇച്ചിമുള്ളണം. അതാ മെയിൻ. ഇതാണ് ഗൈസ് എന്താ ഇതിന് പറഞ്ഞത്? മട്ടാഞ്ചേരിയിലെ മെയിൻ മറ്റേ ജ്യൂസ് സ്ട്രീറ്റിലോട്ട് അങ്ങനെ എന്തോ സ്ഥലത്തോട്ട് പോകുന്ന ഇത് മൊത്തം കടകളാണ്. ഈ ഏരിയ മൊത്തം. നമ്മുടെ ഭാഗ്യം കൊണ്ട് ഇതെല്ലാം ഇന്ന് അടച്ചേക്കുക. മൊത്തം അടച്ചേക്കുക. ഇവിടെ എല്ലാം സാറിന് മൊത്തത്തിൽ കട വരുന്നതാ. മട്ടാഞ്ചേരി ജ്യൂസ് സ്ട്രീറ്റ്. മട്ടാഞ്ചേരി ഏതോ ജ്യൂസ് സ്ട്രീറ്റ് എന്ന് പറഞ്ഞിട്ട് അവൻ കൊണ്ടുവന്നതാ. പക്ഷെ ഇവിടെ ജ്യൂസ് തൊട്ട് പച്ചവെള്ളം ഇല്ല, കൊറേ ലൈറ്റ് മാത്രം. ജൂവോ JW ഒരു വെണ്ടയില്ല ഇവിടെ. കൊറേ വെട്ടം. ഈ ജ്യോതികയുടെ ഗ്യാങ്ങിലുള്ള എല്ലാരും ഇതുപോലെ, എല്ലാരും കൊണ്ട് എത്തിക്കുന്ന ഇതുപോലത്തെ സ്ഥലങ്ങളിലാണ്. അതൊക്കെ എന്റെ കൂട്ടുകാരൻ ഷെയ്ൻ, എന്റെ ക്ലാസ്മേറ്റ് ഷെയ്ൻ. ഏതോ ഒരു കടയിൽ നിർത്തിയേക്കാണ്. ജ്യോതികാജയൊക്കെ കൂടെ അവിടെ ഏതോ ഒരു ഷോപ്പിൽ പോയിട്ട് എന്തോ ജ്യൂസോ മൊമോസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ട് പോയതാ. അവരെന്ത് വാങ്ങിച്ചോണ്ട് വരുമെന്ന് അറിയത്തില്ല. നോക്കാം.
ഗൈസ് നമ്മുടെ മോമോസ് വന്ന് ഗൈസ് എന്നിട്ട് കഴിക്കുകയാണ് എല്ലാരും. എങ്ങനെയുണ്ട് മോമോസ്? എങ്ങനെയുണ്ട്? സൂപ്പർ. കുറച്ച് മുന്നിലല്ലോ പറഞ്ഞത്. അതിരജേ ഈ ടോക്സിക് കൊണ്ട് വയ്യ. അവനെന്താ ഫസ്റ്റ് പറയുന്നത്? അളിയ അപ്പൊ ഓക്കെ ബൈ. എടി ബൈ. ആതിരെ ബൈ. ആതിരെ ബൈ. ശരി ഓക്കെ.